ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു ലാപ്ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു 60,000 രൂപയുടെ ഉള്ളിൽ ഒരു റേഞ്ചിൽ ഒരു 60, 65, 55 തൊട്ട് 65 രൂപയുടെ റേഞ്ചിൽ നിങ്ങളൊരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡലാണിത്. മോട്ടോയുടെ മോട്ടോ ബുക്ക് 60 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ആക്ച്വലി കോർ 5 അവൈലബിൾ ആണ്, കോർ 7 അവൈലബിൾ ആണ്. മോട്ടോറോള എന്ന് പറയുന്നത് ലിനോവയുടെ അണ്ടറിൽ വരുന്ന ബ്രാൻഡാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്ന വേണ്ട. ഉള്ളിലത്തെ പാർട്സ് ഫുൾ ലിനോവയാണ്. ഞാൻ ആക്ച്വലി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ കുറേ വിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ കൂടെ ഉടായ്പ കൂറകൾ ഇതുപോലെ ഫ്ലിപ്കാർട്ടിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇൻഫിനിക്സ് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ സർവീസ് മോശമാണ് ഇൻഫിനിക്സിൻ്റെ. ഇൻഫിനിക്സ് അത്യാവശ്യം വലിയ ബ്രാൻഡാണ്. ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്, പക്ഷേ അത്യാവശ്യം വലിയ ബ്രാൻഡാണ്. അവന്മാരും ലാപ്ടോപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു വിവരമില്ല സർവീസ് എന്താണെന്ന് വെച്ചാൽ. പിന്നെ അത് പൊട്ടിപ്പോയി, അതിൻ്റെ വേറെ കാര്യം. പക്ഷേ ഇവർ അടുത്ത ഒരു വേരിയൻ്റ് ഇറങ്ങുന്നുണ്ട്, മോട്ടോ ബുക്ക് എഡ്ജ് അല്ല മോട്ടോ ബുക്ക് 60 Pro എന്ന് പറഞ്ഞ വേരിയൻ്റ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് വേരിയൻ്റ് 80,000 രൂപയ്ക്ക് റേഞ്ചിൽ വരുന്ന. അപ്പോൾ ഇത് അത്യാവശ്യം OLED ഡിസ്പ്ലേ ഒക്കെ ഇത് ആക്ച്വലി എനിക്ക് 50,000 രൂപയ്ക്ക് ഈ സാധനം കിട്ടിയത്. അൾട്രാ 7 16GB 1TB വേരിയൻറ്റ് എനിക്ക് 50,000 രൂപയ്ക്ക് കിട്ടിയത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അത് ഫ്ലിപ്കാർട്ടിലേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടോറോളയുടെ വെബ്സൈറ്റ് ത്രൂ ചെയ്യാം. അത് പക്ഷേ ഭയങ്കര സ്ലോ ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആ സീലിംഗ് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ആക്ച്വലി എൻ്റെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ പരിചയമാണ്, ആമസോണിലത്തെയും പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്യൂസും കാര്യമൊന്നുമില്ല. ഞാനൊരു എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ചിന് 2,500 രൂപ കിട്ടുള്ളൂ. വേറെ കാര്യം, പഴയ ഒരു ലിനോവയുടെ ലാപ്ടോപ്പ് ആയിരുന്നു, ഡെഡ് ആയിട്ടൊരു ലാപ്ടോപ്പ്. 2,500 രൂപ കിട്ടി, കുഴപ്പമില്ല, മോശമില്ലാത്ത പരിപാടിയായിരുന്നു. പക്ഷേ കുറേ ടൈം എടുത്തു, ഒരു മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും. ജോമാര ആപ്പ് മര്യാദയ്ക്ക് ഇടയ്ക്ക് വർക്ക് ചെയ്യില്ല, ക്രാഷ് ആവുക. പിന്നെ എൻ്റെ അതൊരു 8 കൊല്ലം പഴയ ലാപ്ടോപ്പ് ആയിരുന്നു കേട്ടോ, എൻ്റെ പഴയ ഇഞ്ചൻ ലാപ്ടോപ്പ്. ഇതിൽ Windows 11 ഹോം വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതും 2 കളറിൽ അവൈലബിൾ ആണ്. ഞാൻ അടുത്തത് ബ്ലൂ കളറാണ്, ഇത് ഗ്രീൻ കളറിൽ അവൈലബിൾ ആണ്. 14 ഇഞ്ചിൻ്റെ ലാപ്ടോപ്പാണ്. അത് ആക്ച്വലി ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ, 14 ഇഞ്ച് മാത്രമേ ഉള്ളൂ. ഞാൻ 14 ഇഞ്ച് തപ്പിയെടുത്താണ്. ഞാൻ ആദ്യം അസൂസിൻ്റെ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി അസൂസിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 lakh above വരുന്ന മോഡലാണ്. ഇതിൽ Ryzen 7 ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നത് അതിലും AMD Ryzen ആണ്. ആദ്യമായിട്ട് ഞാൻ ഇൻ്റലിൽ എടുക്കുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഇൻ്റലിൽ ഉണ്ടാറില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ചിലപ്പോൾ. ഇൻ്റലിൻ്റെ കമ്പനിയൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയുണ്ട്. ഞാൻ ആക്ച്വലി ഇൻ്റലിൻ്റെ ഷെയർ ഹോൾഡർ ആയിരുന്നു. ഇപ്പോൾ അത് കുറച്ച് കാലം മുമ്പേ വിറ്റ് ഒളിച്ചുള്ളൂ. ഭയങ്കരമായിട്ട് ഇടിഞ്ഞ അവരുടെ സ്റ്റോക്കൊക്കെ പൊടിഞ്ഞ് പണ്ടാരം തുടങ്ങിയ ആ പരിപാടി ഇരുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഇൻ്റലിൻ്റെ ഒരു ചിപ്പിലുള്ള സംഭവം എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഇൻ്റൽ നോക്കിയിരുന്നത്. AMDയുടെ കുറേ ഞാൻ കണ്ടു. അത് ഞാൻ അസൂസിൻ്റെ നോക്കി. അസൂസിൻ്റെ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തു. 50 ഡീലുണ്ട്. 13,000 രൂപയ്ക്കാണ് നമുക്ക് ആക്സിസ് ബാങ്കിന് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഈ സെയിൽസിന് മുമ്പേ ഇപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്, ഓൾറെഡി ആക്റ്റീവായിട്ട്. ICICI ബാങ്ക്, കോട്ടക്കിൻ്റെ ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഈ 3 കാർഡ് ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മിനിമം 5,000 രൂപയെങ്കിലും ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും. അത് ഉറപ്പാണ് കേട്ടോ. എനിക്കിത് ഈ മോട്ടോ ബുക്ക് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് 8,000 രൂപ കിട്ടിയത്. അതിന് മുമ്പ് ഞാൻ അസൂസിൻ്റെ ഒരെണ്ണം ചെയ്തു, ഞാൻ കാണിച്ചുതരാം. അസൂസിൻ്റെ ഒരു എക്സ്പേർട്ട് ബുക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഫ്ലിപ്കാർട്ടിൽ മാത്രമുള്ളത്, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ക്യാൻസൽ ചെയ്തു. എന്താ വെച്ചാൽ ഓൾറെഡി അസൂസ് കുറച്ച് കാലമായി കുറേ അസൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അസൂസ് വേണ്ട വെച്ചിട്ടാണ്. പിന്നെ അത് ഓൾറെഡി ഡിസ്പ്ലേ ഒന്നും ആയിരുന്നില്ല. ഞാൻ ഓൾറെഡി ഡിസ്പ്ലേ തപ്പിയെടുക്കായിരുന്നു. ഞാൻ ഷോപ്പിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിലൊക്കെ 80,000 രൂപയ്ക്ക് റേഞ്ചിൽ ഈ സെയിം സ്പെക്സ് കിട്ടണമെങ്കിൽ 80 രൂപ കൊടുക്കണം. എനിക്കത് 30,000 രൂപ. അപ്പോൾ ഞാൻ 30,000 രൂപ ലാഭിച്ചു ഓൺലൈൻ ചെയ്തപ്പോൾ. പറയുമ്പോൾ പേടിക്കുന്നുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ട് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ എക്സ്പേർട്ട് ബുക്ക് കണ്ടു. എനിക്ക് 49,000 രൂപയ്ക്കാണ് കിട്ടിയത് എക്സ്പേർട്ട് ബുക്ക്. ഈ എക്സ്പേർട്ട് ബുക്കിൻ്റെ ശരിക്കുള്ള പ്രൈസ് ഞാൻ കാണിച്ചുതരാം. 32 GB തന്നെയാണ്. കണ്ടു, 66,990 രൂപയുടെ സാധനം. ഞാൻ വാങ്ങിച്ച പ്രൈസ് ഇവിടെ കാണിച്ചുതരാം. പോയി ഇതാ 49,000 പ്രൈസിലാണ് ഞാൻ വാങ്ങിച്ചത്. അതേപോലെ തന്നെ മോട്ടോ ബുക്ക് ഞാൻ വാങ്ങിച്ചത് 50 രൂപയ്ക്കാണ് വാങ്ങിച്ചേട്ടാ. ഇവിടെ വരൂ, ഇതാ കണ്ടോ. അപ്പോൾ കാർഡ് എടുക്കാൻ മറക്കണ്ട. കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ പറഞ്ഞു വന്നത് ലാപ്ടോപ്പിനെ കുറിച്ചാണല്ലോ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുൾ മെറ്റൽ ബില്ലാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ മെറ്റൽ ബില്ലൊന്നും കിട്ടില്ല, ഫുൾ മെറ്റൽ ബില്ല് കിട്ടില്ല. അസൂസിൻ്റെ ചിലത് ടോപ്പ് മാത്രം മെറ്റലായിരിക്കും, ബാക്ക് പ്ലാസ്റ്റിക്, അങ്ങനത്തെ പരിപാടിയാണ്. ഇത് തനി ശരിക്കൊരു മാക് ബുക്ക് ഫീലാണ് നമുക്ക് ഈ സാധനം തരുന്നത്. മാക് ബുക്കിനായിട്ടും കുറച്ച് കട്ടി കൂടുതലാണെന്നുള്ളൂ, പക്ഷേ വലിയ കട്ടിയൊന്നും ഇല്ല. കണ്ടു, ഇതിൽ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഒരു നിങ്ങളിപ്പോൾ ലാപ്ടോപ്പ് പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, മിക്ക ലാപ്ടോപ്പിലും 16 GB റാം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം സോൾഡഡ് ആയിരിക്കും, അതായത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോൾഡഡ് ആയിട്ടുള്ള മോഡൽ വാങ്ങിക്കാണ്ടിരിക്കും നല്ലത്. 16 GB നോർമൽ യൂസിനൊക്കെ കുഴപ്പമില്ല, പക്ഷേ അത്യാവശ്യം കുറച്ച് ഹെവി യൂസൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ
ഷോർട്ടേജ് ആവും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ വരെ 16 GB ഉണ്ട്. പിന്നെ അപ്ഡേറ്റ്സ് ഇനി വിൻഡോസിൻ്റെ അപ്ഡേറ്റ്സ് ഈ എന്തായാലും സൈസ് കൂടാതെ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന മോഡൽ എടുക്കുക. ഈ ഒരു മോഡലിൻ്റെ ഗുണം അതാണ് ഈ മോട്ടോ ബുക്കിൻ്റെ. ഇതിൽ നമുക്ക് റാം അപ്ഗ്രേഡ് ചെയ്യാം, 32 GB വരെ റാം അപ്ഗ്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ SSD അപ്ഗ്രേഡ് ചെയ്യാം 2 TB വരെ. ഇതിൽ 1 TB വെർഷനും ഉണ്ട്, 512 GB വെർഷനും ഉണ്ട്. രണ്ടും എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാം. ഒരു 1 TB ഒരു 6000 രൂപ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ 4 സ്ക്രൂ ഉണ്ട്, അത് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് ഇടാം. സ്ക്രൂ വരുന്ന സാധനം ഉണ്ടായാൽ മതി, അത് നിങ്ങൾക്ക് ആമസോണിൽ തന്നെ കിട്ടും. 300 രൂപയൊക്കെ അതിൻ്റെ ഉണ്ട് തന്നെ. പ്രോട്ടോണിക്സിൻ്റെ ഒരു സ്ക്രൂസ് ഡ്രൈവർ സെറ്റ് ഉണ്ട്, അതുണ്ടായാൽ സുഖമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, അത് ശ്രദ്ധിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 2 ദിവസം ആവാറായി, 1.5 ദിവസം ആയി ഞാനിത് ഉപയോഗിക്കുന്നു. ഞാൻ ആക്ച്വലി ഇതൊരു നമ്മുടെ എന്താ പറയുക ട്രാവൽ പർപ്പസ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒഫീഷ്യൽ പ്ലസ് ട്രാവൽ പർപ്പസ് ആയിട്ടുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞാൻ വേറെ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഗ്രീൻ കളറും ഉണ്ട്, പിന്നെ ഈ ബ്ലൂ ഉണ്ട്. ഞാൻ ബ്ലൂ എടുത്ത്. ഗ്രീൻ കുറച്ച് ലൈറ്റാണ്, പിന്നെ കുറച്ചും കൂടി ഫിംഗർ പ്രിൻറ്റ് സംഭവമൊക്കെ അതുമ്പോൾ പതിയും. അപ്പോൾ ഈ ബ്ലൂ കുറച്ച് ബ്ലൂവും വയലറ്റും കൂടിയിട്ടുള്ള ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് സ്മഡ്ജസ് കാണുന്നില്ല. കാണാൻ പറ്റുമൊക്കെ ചെയ്യട്ടെ, പക്ഷേ കുറവാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഓവറോൾ ഞാൻ അതിൻ്റെ സംഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ട് 2 ടൈപ്പ് A പോർട്ട് ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഹോം ബട്ടൺ എവിടെയാണ് കേട്ടോ, അല്ല ഹോം അല്ല പവർ ബട്ടൺ എവിടെയാണ്, അത് എന്താണ് അവിടെ കൊണ്ടുവച്ചാൽ ബാഗിൽ വെക്കുമ്പോൾ തട്ടി കഴിഞ്ഞാൽ ഓണാവും. പക്ഷേ അത് വെറുതെ സ്ക്രീൻ തുറന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓണാവും, നമ്മൾ അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3.5 mm ജാക്ക് വരുന്നുണ്ട്, ഒരു Type C പോർട്ട് വരുന്നുണ്ട്, പിന്നെന്താ ഉള്ളത് 2 Type C പോർട്ട് വരുന്നുണ്ട്, ഒരു HDMI പോർട്ടും വരുന്നുണ്ട്. ഇതിലൊരു Type A പോർട്ട് എന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ആണ്. നമ്മളിതിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാനൊക്കെ പറ്റും. ഇത് ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനത്തെ ഒരു പരിപാടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഹൈ എൻഡ് ഫോണിലത്തേക്ക് ഒരു ഡിസ്പ്ലേ ഇല്ലേ, അത് 14 ഇഞ്ചിൻ്റെ ആക്കി വെച്ചാൽ ആ ക്വാളിറ്റി ആണ്. ഇത് ഓപ്പൺ ചെയ്താൽ മതി, തന്നെ ഓൺ ആയിക്കോളും. മോട്ടോറോളയുടെ ഡിസ്പ്ലേ ഇപ്പോൾ ലോഗിനായിട്ട് വരും. ക്യുക്കാണ്, ഭയങ്കര ക്യുക്കാണ്. ഞാൻ ആക്ച്വലി ഇത് അപ്ഗ്രേഡൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാനിത് 2 TB ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഇല്ല, പക്ഷേ IR ക്യാമറ വരുന്നുണ്ട് കേട്ടോ. ഇൻ്റൽ ആർക്കിൻ്റെ ഗ്രാഫിക്സാണ് വരുന്നത്. ഇൻ്റൽ കോർ 7 ആണ്, ഇത് 5 അവൈലബിൾ ആണ്. 5 ആകുമ്പോൾ രണ്ടും പ്രൈസ് കുറയട്ടാ. പിന്നെ നമുക്ക് നമ്മുടെ കീബോർഡ് ലൈറ്റ് അവൈലബിൾ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് രാത്രി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് ഈ റേഞ്ചിൽ അസൂസിൻ്റെ ലാപ്ടോപ്പിലൊന്നും നല്ല സൗണ്ട് കിട്ടില്ല. ഈ ഒരു എന്താ പറയുക ഗെയിമിംഗ് ലാപ്ടോപ്പിൽ പോലും അസൂസിൻ്റെ സൗണ്ട് ഭയങ്കര മോശമാണ്. പറയുമ്പോൾ അറ്റ്മോസ് സംഭവമൊക്കെ എന്നാലും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ വോളിയം ഭയങ്കര കുറവാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. ഇതിൽ നമുക്ക് ഇതുണ്ട് കേട്ടോ, നമ്മുടെ ഇത് ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല കണ്ടോ, സാധനം എന്നെ നോക്കിയപ്പോഴേക്കും ലോഗിനായി കണ്ടു. അപ്പോൾ അത് പേപ്പർ ഇട്ടിട്ടില്ല, ഞാനൊരു വീഡിയോ വാൽപേപ്പർ ഇട്ടുണ്ടായിരുന്നു, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ലതൊന്നും കിട്ടിയെന്നില്ല, അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചാണ്. ഞാനൊരു വാൾപേപ്പർ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് സാധനത്തിന്. എന്താ നോക്കി നിങ്ങൾ ശരിക്കും നമ്മുടെ ഇപ്പോൾ ഒരു S24 ഒക്കെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അതെടുത്ത് 14 ഇഞ്ച് വലിച്ചു നീട്ടി വെച്ച് എങ്ങനെ ഉണ്ടാവും, അതേ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, 1.4 താഴെ വരുന്നുള്ളൂ കേട്ടോ വെയിറ്റ്. അതുകൊണ്ട് തന്നെ കൊണ്ടുനടക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് നോക്കിയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 1.5 ദിവസം ഞാൻ ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 8 മണിക്കൂർ to 10 മണിക്കൂറൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ യൂസേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ചാർജർ ഓൾറെഡി ഉണ്ട് ബോക്സിൽ. നിങ്ങൾക്ക് ലാപ്ടോപ്പോ PD ചാർജർ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചാർജ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു പവർ ബാങ്ക് ആണ് കേട്ടോ. സ്റ്റഫ് കൂളിൻ്റെ സാധനം കിടിലൻ സാധനമാണ്. ഡിസ്പ്ലേ ഒക്കെ വരുന്നതാണ്, TFT ഡിസ്പ്ലേ ഒക്കെ വരുന്നതാണ് കണ്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ 3ാമത്തെ ചാനൽ ഇട്ടുണ്ട്, കാണാത്തവർ കണ്ടു കേട്ടോ. കിടിലൻ സാധനമാണ്, കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ സാധനം. അത് 25,000 mAh ബാറ്ററി സാധനമാണ്, 100 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. അത് നമുക്ക് ചാർജിങ് സ്പീഡൊക്കെ ഇതിൽ കാണിക്കാൻ കണ്ടു. അപ്പോൾ പറഞ്ഞു ഇത് സംഭവമായിരുന്നു. അപ്പോൾ ഇതെന്തായാലും ഞാൻ റാം അപ്ഗ്രേഡ് ചെയ്യും. ഞാൻ എന്തായാലും ഒരു 16 GB കൂടി ഇതിൽ 8 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 8 മാറ്റിയിട്ട് പിന്നെ ഒരു 24 GB ആക്കും ഞാൻ അത്. അതുപോലെ തന്നെ 1 TB എക്സ്ട്രാ SSD ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് ഇതിൽ ആഡ് ചെയ്ത് വെക്കാം. ഞാൻ ഒരു ആഡ് ചെയ്തിട്ടുണ്ടോ, ഒരു 512 സാംസങ്ങിൻ്റെ മെമ്മറി കാർഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു എന്താ പറയുക ഒരു ഇതിപ്പോൾ ഞാൻ നേരത്തെ അതിലേക്ക് ഇതാണ് സ്ലോട്ട് വരുന്നത് കണ്ടോ. ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. കിടിലൻ സാധനം കണ്ടു. അപ്പോൾ അതിൽ വന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു, 2 ഡ്രൈവ് ആയ പോലെ ആയി കണ്ടു. അപ്പോൾ ഓവറോൾ കിടിലൻ എക്സ്പീരിയൻസ്. ഞാനതിൽ ആക്ച്വലി കാസ്പർസ്കൈ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റാം യൂസേജും കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾ കണ്ടു ഓൾമോസ്റ്റ് 44% റാം യൂസേജ് ഇവിടെ വരുന്നുണ്ട് ഒന്നും ചെയ്യാത്തപ്പോൾ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 16 GB സോൾഡേർഡ് ആയിട്ടുള്ള മോഡൽ വാങ്ങിക്കാണ്ടിരിക്കാൻ നോക്കുക മാക്സിമം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മിക്കവാറും അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം പിന്നെ ലോങ് യൂസ് ആണെങ്കിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് നോക്കിയിട്ട് മാത്രം അങ്ങനത്തെ സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 512 GB ഇപ്പോൾ 512 GB വേരിയൻ്റാണ് നിങ്ങൾ SSD വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 480 GB ഒക്കെ നിങ്ങൾക്ക് ഫ്രീ കിട്ടും കേട്ടോ. അത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രൈവർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൗണ്ട് ആയാലും കിടിലനാണ്. ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ കണ്ടു. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ക്രോം തുറന്നു, ഗൂഗിൾ, ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. എന്താ ക്രോം തുറന്നു, സ്പീഡ് ടെസ്റ്റ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ വൈഫൈ സപ്പോർട്ട്, വൈഫൈ ഞാൻ എന്താ പറയുക ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്താണ്, ഒരു ലാഗോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാണ്ടോ. സ്മൂത്താണ് ഭയങ്കര. 178 ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഇത് കണ്ടിരിക്കുന്നത് BSNLേക്കാണ്. ഇത് 50 ഉണ്ട്, 60 പ്ലാനാണ്. ഇപ്പോൾ ഉണ്ട് 68, 60, 70 ഒക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ക്യാമറ ഡീസൻ്റ് ആണ്, 1080p ഉണ്ട്. പക്ഷേ കുഴപ്പമില്ലാത്ത, ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് എന്ന് പറയുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വരും കേട്ടോ. ഇതാ കണ്ടു, ഒരു നോർമൽ ബെറ്ററാണ്. അസൂസിൻ്റെ ഈ റേഞ്ചിൽ വരുന്ന ഫോൺ ഇതിനെക്കാട്ടൊക്കെ ബെറ്ററാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെന്താ, പിന്നെ എപ്പോഴും ഒരു നല്ല ആൻറ്റിവൈറസ് ഉപയോഗിക്കാൻ നോക്കാൻ നല്ലത്. ഞാൻ നോർമലി കാസ്പർസ്കൈ, നോർട്ടൺ അല്ലെങ്കിൽ ബിറ്റ് ഡിഫൻഡർ ഉപയോഗിക്കാറ്. നമ്മുടെ എല്ലാത്തിലും ഇൻക്ലൂഡിങ് ഞാൻ ഫോണിലും ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. വലിയ പ്രൈസൊന്നുമില്ല. ആമസോണിൽ നല്ല പ്രൈസിന് ഡിസ്കൗണ്ട് കുറഞ്ഞിട്ടുള്ള ഒറിജിനൽ സാധനം കിട്ടണത്. ഞാൻ ഇത്ര കാലം ആമസോണിൽ തന്നെ വാങ്ങിക്കാറ്. പിന്നെ അതിൽ Windows 10 ആണ് വരുന്നത്. പിന്നെ എന്താ ഉള്ളത്, ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ സൗണ്ടിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാൻ യൂട്യൂബിൽ വരട്ടത് നമ്മുടെ രണ്ടാമത്തെ ചാനലാണ്, JMG26 ആയിട്ട്. ഫിനാൻസ് മാത്രമുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇതാണ് ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാനൊരു സൗണ്ട് ടെസ്റ്റ് കാണിച്ചു തരാം, ഒരു ഷോർട്സ് എടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ മാസം ഉപയോഗിക്കുന്ന 3 ക്രെഡിറ്റ് കാർഡുകളാണ്. ഇപ്പം എൻ്റെ ഫുൾ സൗണ്ട് ആണ്, നിയോ കാർഡ്, നല്ല ക്വാളിറ്റി ഉണ്ട്, സ്മാർട്ട് ഫോൺ കാർഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ എന്താ പറയുക കോട്ടക്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ ബാങ്ക് കാർഡും. അപ്പോൾ ഈ 3 കാർഡാണ് ഞാൻ എല്ലാ മാസവും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 53 കാർഡ് ഉണ്ട് ടോട്ടൽ. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ആക്റ്റീവ് ഉള്ളത് 30 കാർഡാണ്. അതിൻ്റെ നമ്മൾ ഫുൾ വീഡിയോ ഓൾറെഡി ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ചാനൽ. ഇപ്പം അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എനിക്ക് എടുത്ത് പുറത്തേക്ക് എടുത്ത് കാണിച്ചാൽ പറ്റില്ല എന്ന് വെച്ചാൽ അതിൻ്റെ നമ്പറൊക്കെ ഫ്രണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നമുക്ക് ഒരു ഹാൻഡിൽ തന്നെ തുറക്കാൻ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ടോ. ക്യുക്കാണ്, ഭയങ്കര സാധനം കണ്ട് ഭയങ്കര ക്യുക്കാണ്. ഓവറോൾ കിടിലൻ എക്സ്പീരിയൻസ്. ഞാൻ അത് ആക്ച്വലി ഓപ്പൺ ചെയ്ത് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ബാറ്ററിയും പാർട്സുകളും ഒരു 80% സാധനങ്ങളും ലിനോവയുടെ സാധനം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന മിക്ക സീരിയലും ലിനോവയുടെ സർവീസ് സെൻറ്റർ തന്നെയായിരിക്കും ഇതിൻ്റെയും സെയിം ആയിട്ട് വരാൻ പോകുന്നത്. ഞാൻ തൃശ്ശൂർ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഇവിടെയൊക്കെ അവർക്ക് സർവീസ് സെൻ്റർ ഉണ്ട്. ഇവർക്ക് ആക്ച്വലി എന്താ റിയൽ ടെക്കോ അങ്ങനെ എന്തുകൊണ്ട് ഒരു ഏജൻസിയാണ് അവരുടെ സർവീസ് സെൻ്ററായിട്ട് വരുന്നത്. ഇതിൻ്റെ ബോക്സുമേ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. ഓൾറെഡി ഇതുമേ തന്നെ എഴുതിയിട്ടുണ്ട് അവർ ഓൾറെഡി. ഇമ്പോർട്ടഡ് ബൈ ലിനോവ ഇന്ത്യയാണ്. ഉണ്ട്. അപ്പോൾ എല്ലാം ലിനോവ കാര്യങ്ങളാണ്. ഇതിൽ MRP ഒക്കെ 1 ലക്ഷം രൂപയുടെ മുകളിലൊക്കെയാണ് MRP. മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ 5/2025 മോട്ടോ ബുക്ക് 60 ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സിസ്റ്റം ചൈനീസ് സാധനമാണ്, ചൈനീസ് മെയ്ഡാണ്. ലിനോവ ഇന്ത്യ അഡ്രസ്സ്, കൺസ്യൂമർ കംപ്ലൈൻറ്റ് ഇതൊക്കെ ലിനോവ ഇന്ത്യയാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ലിനോവ വൺ ഓഫ് ദ മെയിൻ വൺ ഓഫ് ദ മെയിൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ മെയിനായിട്ട് എന്താ പറയുക മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ അസൂസിൻ്റെ പോലെ തന്നെ അസൂസ് തൈവാനീസാണ്, ലിനോവ ചൈനീസാണ് കേട്ടോ. അപ്പോൾ മോട്ടോറോളനൊക്കെ ലിനോവയുടെ ഉണ്ടല്ലോ, അപ്പോൾ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സേഫായിട്ട് വാങ്ങിക്കാം. നമ്മുടെ വേറെ ഒരു പുതിയ കമ്പനി വരുന്ന പോലെ അല്ല, ഇഷ്യൂ അല്ല, അത്ര ഇഷ്യൂ ഇല്ലെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി വേറെ ബ്രാൻഡാണ്, അതിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ട് അവർ തുടങ്ങിയത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് സുഖം അവരെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ ബാറ്ററി അടക്കം ലിനോവൻ്റെയാണ്. അപ്പോൾ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസും ഇല്ല. സർവീസ് ആയാലും പാർട്സ് ആയാലും അവൈലബിലിറ്റി ഇഷ്യൂ ഒന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. കിടിലൻ ഡീലാണ്, ജസ്റ്റ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 50,000-60,000 റേഞ്ചിൽ നിങ്ങൾ ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. ആകെയുള്ള പ്രശ്നം ഫ്ലിപ്കാർട്ടിൽ മാത്രമുള്ളതാണ്. അപ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്.